നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് NITയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 3 സുപ്രധാന ഒഴിവുകളിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല റെലവൻസ് ഉള്ള, നല്ല കരിയർ ഗ്രോത്ത് ഉള്ള 3 പൊസിഷനുകളിലേക്കാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെ ഒരു പ്രാരംഭ ഘട്ടത്തിൽ നന്നായി നിങ്ങളത് ബൂസ്റ്റ് തരുന്ന 3 ഓപ്പർച്യൂണിറ്റീസാണ് കോഴിക്കോട് NITയുടെ കീഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് എങ്കിൽ, നിങ്ങൾക്ക് ഒരു നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ, ചില എഞ്ചിനീയറിംഗ് അല്ലാത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പ്രത്യേകിച്ച് ഫിസിക്സ് പോലെയുള്ള, മെറ്റീരിയൽ സയൻസ് പോലെയുള്ള വിഷയങ്ങളിലുള്ള, ഇലക്ട്രോണിക്സ് പോലെയുള്ള വിഷയങ്ങളിലുള്ള ഡിഗ്രി ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന, എഞ്ചിനീയറിംഗ് പോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ട് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന, ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി അല്ലെ ഹയർ പെർഫോമൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു തൊഴിലവസരം അല്ലെങ്കിൽ ഒരു കരിയർ എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 3 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒന്ന് ജൂനിയർ റിസർച്ച് ഫെലോ, രണ്ടാമത്തത് ക്യൂറേറ്റർ, മൂന്നാമത്തത് പ്രോജക്റ്റ് അസോസിയേറ്റ്. അപ്പോൾ ഈ 3 അവസരങ്ങളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ജൂനിയർ റിസർച്ച് ഫെലോ എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതൊരു റിസർച്ച് ഓറിയൻറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അതും NIT പോലുള്ള സ്ഥാപനത്തിൽ കിട്ടുന്ന ഒരു ജൂനിയർ റിസർച്ച് ഫെലോ ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിന് അവർ ഒരു സാലറി നിശ്ചയിച്ചിരിക്കുന്നത് 31,000 രൂപയാണ്. 31,000 ആണ് നിങ്ങൾക്ക് സാലറി സ്ട്രക്ചർ അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഇത് കൂടാതെ ഈ 31,000 രൂപ 31,000 കൂടാതെ HRA കൂടെ നിങ്ങൾക്ക് അവർ ലഭ്യമാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നിലധികം എലിജിബിലിറ്റി ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മതി. ഒന്നിലധികം എലിജിബിലിറ്റീസ് ഞാൻ പറയാം. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ജൂനിയർ റിസർച്ച് ഫെലോ ഓപ്പർച്യൂണിറ്റിക്ക്. ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ഞാനൊന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് 55% മാർക്കോടെ ഫിസിക്സ്, മെറ്റീരിയൽ സയൻസ്, ഇലക്ട്രോണിക്സ് ഈ വിഷയങ്ങളിലുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു ഗേറ്റ്, അതുമല്ലെങ്കിൽ ഒരു CSIR അല്ലെങ്കിൽ UGC നൽകിയിട്ടുള്ള നെറ്റ് സ്കോർ, ഇതും 55% മാർക്കോടെ ഇലക്ട്രോണിക്സ്, മെറ്റീരിയൽസ് ഈ വിഷയങ്ങൾ പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അത് അല്ലെങ്കിൽ, ഇതൊന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞത്. ഇത് അല്ല എങ്കിൽ 55% മാർക്കോടെ ഇലക്ട്രോണിക്സ്, മെറ്റീരിയൽ സയൻസ്, അപ്ലൈഡ് ഫിസിക്സ്, മെക്കാനിക്കൽ വിഷയങ്ങളിൽ ഏതെങ്കിലുമുള്ള ഒരു BE അഥവാ BTech, അതിനോടൊപ്പം കറൻ്റ് ആയിട്ടുള്ള ഒരു ഗേറ്റ് സ്കോർ, അതല്ലെങ്കിൽ CSIR നെറ്റ് അല്ലെങ്കിൽ UGC നെറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. മൂന്നാമതൊരു അവസരം കൂടെ പറയാം. 55% മാർക്കോടെ ഇലക്ട്രോണിക്സ്, മെറ്റീരിയൽ സയൻസ്, മെക്കാനിക്കൽ സബ്ജക്ട്സിൽ ഏതെങ്കിലുമുള്ള ME അല്ലെങ്കിൽ MTech, അതിനോടൊപ്പം ഒരു വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ. ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 28 വയസ്സാണ് ഏജ് ലിമിറ്റ്. അപ്പോൾ 28 വയസ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജനുവരി 9 അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അത് നിങ്ങൾ ആ ലിങ്കിലൊക്കെ കയറി കാര്യങ്ങളൊക്കെ പഠിച്ചൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിനെ ബേസ് ചെയ്ത് ജനുവരി 13 ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ ഒന്ന് തയ്യാറാകുക. അപ്പോൾ ഇതാണ് ജൂനിയർ റിസർച്ച് ഫെലോ എന്നുള്ള അവസരത്തിലേക്കുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ക്യൂറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു വിചിത്രമായ, വ്യത്യസ്തമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല. അതിനകത്ത് ശമ്പളം അവർ 40,000 രൂപയാണ് പറയുക. ഇതിനകത്ത് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പിഗ്രഫി അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റോളജി, ഹിസ്റ്ററി ഈ സബ്ജക്ട്സിലുള്ള ബിരുദാനന്തര ബിരുദമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു PG വേണം. അപ്പം മാനുസ്ക്രിപ്റ്റോളജിയിലോ അല്ലെങ്കിൽ എപ്പിഗ്രഫിയിലോ ഹിസ്റ്ററിയിലോ ഉള്ള ഒരു PG നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഒരു PhD ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് വേണം. ഇത് കുറച്ച് സീനിയർ ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. അതായത് 60 വയസ്സുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാം. 60 ഇയേഴ്സ് വരെ ഒരു ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം
എന്താ പറയുക, ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം വളരെ സീനിയർ ഗൈസിനും അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജനുവരി 14 വൈകിട്ട് 5 മണിയോടെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അപ്പോൾ ജനുവരി 14 വൈകിട്ട് 5 മണിക്കുള്ളിൽ നിങ്ങൾ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ അവസരം എന്താണ് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മൂന്നാമത്തെ അവസരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോജക്റ്റ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ ഒരു അവസരമാണ്. ഇത് പ്യുവർലി ഒരു എഞ്ചിനീയറിംഗ് ബേസ്ഡ് അവസരമാണ്. ഇതിന് ഉള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60% മാർക്കോടെ അല്ലെങ്കിൽ ഒരു ഇക്വലൻ്റ് ഗ്രേഡോടുകൂടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് വിഷയങ്ങളിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അതിനുള്ളൊരു ബിടെക് വേണം അല്ലെങ്കിൽ ഒരു MSc വേണം. എയ്തർ ബിടെക് അല്ലെങ്കിൽ MSc. അപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഓർ റിലേറ്റഡ് സബ്ജക്ട്സ് ആകാം, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ഒരു ബിടെക് ആയാലും കുഴപ്പമില്ല, BSc ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് 35 വയസ്സാണ് ഏജ് ലിമിറ്റ് അവർ പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു വ്യത്യാസമുള്ളത് ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. മറ്റേ 2 അവസരങ്ങളുമായി വ്യത്യസ്തമായി ഇതിനൊരു റിട്ടൺ ടെസ്റ്റും ഒരു ഇൻ്റർവ്യൂവും ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതൊരു വോക്കിൻ ഇൻ്റർവ്യൂ ആണ് ഇവർ വെച്ചിട്ടുള്ളത്. ആ വോക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ജനുവരി 16 അപ്പോൾ ജനുവരി 16 നിങ്ങൾക്ക് നേരിട്ട് NITയിൽ വോക്കിൻ ചെയ്ത് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഫോർമാറ്റ് രീതികളെക്കുറിച്ചുമൊക്കെ അറിയാൻ ഞാൻ വെബ്സൈറ്റ് ലിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഓഫർ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. NITയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോടിൻ്റെ ലിങ്കിലേക്ക് കയറി ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഡിഗ്രി സ്റ്റുഡൻസിന് പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബിടെക് MTech സ്റ്റുഡൻസിന് പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ ഈ അവസരമൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ശോഭനമായ ഒരു ഭാവി നിങ്ങൾക്ക് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സുഹൃത്തുക്കൾ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇത് ആവശ്യമുള്ളവരാണ് എന്ന് തോന്നിയാൽ അവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇപ്പോൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.